ഇതാണ് ആർദ്രയുടെ സ്വപ്ന ഭവനം. ആർദ്രയ്ക്ക് സന്തോഷമായി ഞാൻ വന്നിട്ട്. ഇയാൾക്ക് ഇഷ്ടമായി ഞങ്ങളുടെ വീട്. സീക്രട്ട് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ആർദ്ര രാജേഷിൻ്റെ വീടിൻ്റെ പാർക്കലായിരുന്നു ഈ ഏപ്രിൽ 6-ാം തീയതി. അപ്പോൾ എനിക്കിവിടെ പോയി ഒരു കല്യാണമൊക്കെ ഉള്ളതിന് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് അങ്ങോട്ട് പോകാമെന്ന്. അവൾ ഇപ്പോൾ ആർദ്രയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുംബൈയിൽ എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ റൂംമേറ്റാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീക്കസ്റ്റ് പോയിന്റ് കണ്ടേക്കുന്നത് മുംബൈയിലാണ്. അവിടെ വെച്ച് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ അതേപോലെ നിന്നൊരാൾ വേറെ ഇല്ല. അപ്പോൾ അവളെ പാർക്കലിന് പോയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരുടെ പാർക്കലിന് പോകും? അപ്പോൾ എനിക്ക് പാർക്കലിന് പോകാൻ പറ്റിയില്ല. സോ ഞാൻ റെഡിയായി പോകാനായിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ അവളുടെ വീട് മാവേലിക്കരയിലാണ്. ട്രെയിനിന് പോകണം. ഞാൻ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. മുടിയൊക്കെ ഒന്ന് കെട്ടണം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം. ലിപ്സ്റ്റിക്ക് ഇട്ടു, അത് സാറില്ല, കഴിഞ്ഞിട്ടായാലും ലിപ്സ്റ്റിക്ക് ഇടാമല്ലോ നമുക്ക്. കണ്ടോ ഗൈസ് എൻ്റെ ചുരിദാർ. ഇത് ഈ ചുരിദാർ അമ്മയ്ക്ക് മേടിച്ച മെറ്റീരിയലാണ്. പക്ഷേ അമ്മയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് പിന്നെ ഇത് കണ്ട് എൻ്റെ കണ്ണിൽപ്പെട്ട് ഞാൻ എടുത്തു, ഞാൻ തയ്പ്പിച്ചു. ഏകദേശം 1 വർഷമായി ഇത് തയ്ച്ചിട്ട്. അപ്പോൾ 1 വർഷത്തെ ആനിവേഴ്സറിയാണ് ഞാനും എൻ്റെ ചുരിദാറും തമ്മിലെന്ന്. ഞാൻ ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് ഇതേപോലെയൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ വിചാരം ഇങ്ങനെ അനശ്വര രാജനാണെന്നാണ് കേസ്. അനശ്വര രാജൻ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് ഷാളൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണം. കേസ് നമുക്ക് പോകാം. അപ്പം ഞാൻ ഫുൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട്. ഞാനപ്പോൾ പോയിട്ട് വരാം. ട്രെയിൻ കയറി പോകാമെന്ന് വിചാരിച്ച അവസാനം ഞാൻ 4 ബസ് മാറിക്കയറിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പോണ വഴി ആനനെയൊക്കെ കണ്ടു. പിന്നെ കൃപാസനത്തിൻ്റെ ശക്തിനെ പറ്റി കേട്ടിട്ടുള്ളെങ്കിലും ഞാൻ ആദ്യമായിട്ട് ആലപ്പുഴയ്ക്ക് എത്തിയപ്പോൾ കൃപാസനമൊക്കെ കണ്ട് അങ്ങനെ ഹരിപ്പാടെത്തി. അവിടെ നിന്ന് മാവേലിക്കരയ്ക്ക് ബസ് കയറി. മാവേലിക്കര എത്തിയപ്പോഴേക്കും ആർദ്രയുടെ അമ്മയുണ്ടായി. അങ്ങനെ ഞാനിവിടെ എത്തി. യാത്ര വളരെയധികം ദുഃഖമായിരുന്നു. ബസ് കയറി, ബസ് മാറി കയറിയിരുന്നു. വയ്യാണ്ടായി. ഇറങ്ങിയ കോലമല്ല ഇപ്പൊ എൻ്റെ ഒരു കോലം. ഇതെന്താണ് എനിക്ക് ബസ്സിൽ പച്ച എങ്ങനെയുണ്ടായിരുന്നു സോഷ്യോളജി എക്സാം? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും സോഷ്യോളജി. എന്നോട് എന്നെ അമ്മയും അച്ഛനും ചീത്ത വിളിക്കുമായിരുന്നു. നാളെ വരാൻ പറഞ്ഞപ്പോൾ അച്ഛനില്ലായിരുന്നു, അച്ഛൻ വിളിക്കാൻ വരത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞ അവൾ ഓൾറെഡി വരാമെന്ന് പറഞ്ഞു പോയി. അച്ഛൻ ഇറങ്ങിയും പോയി. പത്തനംതിട്ട നിൽക്കും അച്ഛൻ. പാവച്ഛൻ. ഈ അമ്മയാണെങ്കിൽ ഹരിപ്പാട് പോകുമ്പോൾ പേടിയ. എന്നെക്കാട്ടിലും വലിയ ഇതാണ് വണ്ടിയെ പോകാൻ അവിടെ വരെ. എന്നാ അമ്മ പറഞ്ഞു അമ്മ ഒന്ന് സ്കൂൾ വരെ ഒന്ന് പോയി. ഇതാണ് ആർദ്ര പഠിച്ച ആർദ്രയുടെ ബാല്യങ്ങളുടെ ചൗബാല്യങ്ങൾ ഏറ്റുകിടക്കുന്ന ആർദ്രയുടെ സ്കൂൾ. ഇവിടെ നിന്നാണ് ആർദ്ര 18 അടവും പഠിച്ചെടുത്ത് ഇറങ്ങിയത്. ആർദ്ര ഊടായ്പ പഠിച്ചത് ആരുടെ അടുത്തുനിന്നാണ്? അതാരടുത്തുനിന്നാണ്? അലീന ആർ എൻ്റെ അടുത്ത് വന്നു. കുട്ടി ശിക്ഷണം എന്താണ് ശിക്ഷണം അഭ്യയിച്ചു. എന്താണ് പ്രതിഭട ഇഷ്ടപ്പെട്ട കളറല്ലേ? പ്രതിഭ മിസ്സിന്റെ ഇഷ്ടപ്പെട്ട കളർ, പ്രതിഭ മാമിന്റെ ഇഷ്ടപ്പെട്ട കളർ, ഇഷ്ടപ്പെട്ട ചുരിദാർ. എന്താ കഥ? എങ്ങനെ ഉണ്ടായിരുന്നു ആർദ്ര 4th സെം? പിന്നെ അടിപൊളിയല്ലായിരുന്നു. അതിന്റെ കാര്യം മറന്നുപോയി. പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭീതി ഉണർത്തുന്ന ഒരു സെമ്മായിരുന്നു
4th സെം. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സെം. പഴയ വീട്ടിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇനി നമ്മുടെ ആർദ്രയുടെ പുതിയ വീട് കാണാൻ നമുക്ക് പോകാം. കമോൺ ഗൈസ്. എടുത്തു സ്റ്റാൻഡ്. അധികം വീഡിയോസ് നമ്മൾ എടുത്താൽ നമുക്ക് സ്റ്റോറേജ് കിട്ടൂല. ഓണാക്കാതെ ഇതാണ് ആർദ്രയുടെ സ്വപ്ന ഭവനം. യെസ്, ഇതാണ് ആർദ്രയുടെ പുതിയ വീട്. എന്താണ് ഭഗവാന്റെ ഇത് പൂജാമുറി. അതേ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ. ഇത് ആറുമുള കണ്ണാടി കിട്ടിയ ഗിഫ്റ്റും എല്ലാ സാധനവും. വിളക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയാണോ? പിന്നെ ഇത് ഞങ്ങളുടെ ഗ്ലാസ് വെക്കാൻ പറ്റും സ്പേസ് മറ്റേ നോക്കി അങ്ങനെ ഉണ്ടാക്കിയത്. അകത്തോട്ട് കയറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ അതേമാതിരി അകത്തോട്ട് കയറ്റിടുന്ന ഡൈനിങ് ടേബിളാണ്. എന്റെ ഫ്രണ്ടിന്റെ ഇൻസ്പിറേഷൻ പോലെ അല്ലേ. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ആർദ്രയ്ക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയോ? പിന്നെ കൊള്ളാം, അടുക്കള കൊള്ളാം. പുതിയ കപ്പൊക്കെ ഈ സൈഡുണ്ട്. ഈ സാധനങ്ങളോ ഇതിങ്ങനെ സെൻസർ എന്തിൻ്റെത്? മറ്റേ പുക അങ്ങനത്തെയുള്ള സാധനം ഉണ്ടല്ലോ. ആ, അതെല്ലാം വെച്ചിട്ടുണ്ട്. സെൻസറാ. ഓഫായി കൊള്ളാം കൊള്ളാം. ഇന്നലെ പണിക്കൊണ്ടിരിക്കാനാണ്. കട്ടില് ഉറക്കാൻ കിട്ടും. ഇതൊക്കെ ആരുടെ ഐഡിയാണ്? ആ, പിന്നെ ഇതാണ് അലമാരി അവരുടെ. പിന്നെ ഇതും ഒരു അലമാരി. അമ്മ ഇത് വലിയ കലക്കല ഈ അലമാരി. ആ മോളിക്കൊക്കെ വെക്കാൻ തനിക്ക് എത്തോ? ഓക്കെ, ഇത് കാണിക്കാൻ പറഞ്ഞു. ഇത് കണ്ടോ, കണ്ണാടി മാത്രല്ല പേസ്റ്റ് ഇതെല്ലാം വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതാണ് ആർദ്രയുടെ ആഭരണ പെട്ടി. കൊള്ളാം. ഇതെന്തിനാണിത്? ഇത് എനിക്ക് ലാപ്ടോപ്പ് ഞാൻ ഉണ്ടാക്കിയ സാധനം. ട്രോഫി ബ്ലൈൻഡ്സ്. ഇതിപ്പോ വെട്ടം വേണ്ടെങ്കിൽ ഇങ്ങനെ, വെട്ടം വേണമെങ്കിൽ ഇങ്ങനെ. അങ്ങനെ ശരി. ഞങ്ങൾക്കൊന്നും അറിയൂലല്ല, ഞങ്ങളുടെ വീട്ടിൽ ബ്ലൈൻഡ്സ് ഇല്ലല്ലോ. അലമാര. ഇതിൽ നമ്മള് കമ്മൽ ഇതൊക്കെ തൂക്കിയിടും. പിന്നെ അതിലെന്താണ്? ഭയങ്കര വലിയൊരു അലമാര. ലോക്കറാണിക്ക് നമ്മള് ആർദ്രയുടെ ടെറസിലെത്തിയിരിക്കുകയാണ് ഗൈസ്. വളരെ ആംബിയൻസ് ഉള്ള ഒരു എന്താ പറയാ, ഇതിനെന്താ പറയാ, ഇതൊരു സംഭവമാണ്. ഇറങ്ങിപ്പോയി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു പച്ചമാങ്ങ വൈബ് ഉണ്ട് ആക്ച്വലി. ശരിക്കും പച്ചമാങ്ങ ഉണ്ട് ഇവിടെ. ഊഞ്ഞാല് ടെക്സ്റ്റർ വർക്ക് അല്ലേ? എന്റെ വീട്ടിലും ചെയ്തെന്ന് തോന്നുന്നു. അപ്പോ സന്തോഷമായ
അതേ സന്തോഷമായി. ആർദ്രയ്ക്ക് സന്തോഷമായി ഞാൻ വന്നിട്ട്. ഇയാൾക്ക് ഇഷ്ടമായി ഞങ്ങളുടെ വീട്. അപ്പോൾ ആർദ്ര എനിക്ക് വീട് ഭയങ്കര ഇഷ്ടമായി. ആർദ്രയുടെ റൂമൊക്കെ ഒന്ന് കാണണം. അത് കാണുന്നത് തുറക്കുമ്പോൾ തിങ്ങനെ തുറക്കുന്നു, ഇങ്ങനെ കുറേ കള്ളികൾ, പിന്നെ ലോക്കർ എന്തൊക്കെ സീക്രറ്റാണ്. ആർദ്രയുടെ റൂമിൽ ലോക്കർ ഉണ്ട്, അതൊക്കെ ഭയങ്കര സീക്രറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പതുക്കെ പതുക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ വീട്. നല്ല ഭംഗിയുണ്ട്. ആർദ്രയുടെ ഒരു കോൺട്രിബ്യൂഷൻ നല്ലോണം ഉണ്ട്. അതെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായ വീട്. കൺഗ്രാറ്റ്സ് ഓൺ യുവർ ന്യൂ ഹോം. ബൈ ബൈ. Bye guys. We are buying the pin today.